ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം അടിസ്ഥാന ശാസ്ത്രം ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെട്ടാലോ. പ്രവർത്തനം 1. സീന ജലത്തിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയുമായ വസ്തുക്കൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ആദ്യഘട്ടമെന്ന നിലയിൽ ചുറ്റുമുള്ള വസ്തുക്കളെ പട്ടികയെ അടിസ്ഥാനപ്പെടുത്തി തൻ്റെ ശാസ്ത്രപുസ്തകത്തിൽ ജലത്തിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയുമായ വസ്തുക്കളെ തരംതിരിച്ച് ഊഹം രേഖപ്പെടുത്തി പരീക്ഷണം നടത്തിയപ്പോൾ ഊഹങ്ങളിൽ പലതും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. സീനയുടെ ഊഹം താഴെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ജലത്തിൽ ലയിക്കുന്നവ എഴുതിയിട്ടുണ്ട്, ജലത്തിൽ ലയിക്കാത്തവയും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ 2 പട്ടികയായിട്ടാണ് കൊടുത്തേക്കുന്നത്. സീനയുടെ ഊഹം എന്ന് പറയുന്നത് നോക്കിയേ, ജലത്തിൽ ലയിക്കുന്നവയിൽ സീന എഴുതിയേക്കുന്നത് പഞ്ചസാര, തേയില, മുളകുപൊടി, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, മണൽ. ഇതാണ് ജലത്തിൽ ലയിക്കുന്നവ എന്ന് സീന ഊഹിച്ചെഴുതിയത്. അതുപോലെ ജലത്തിൽ ലയിക്കാത്തവ തുരിശ്, അപ്പക്കാരം, ഇരുമ്പ് പൊടി, ഉപ്പ്, സോപ്പ് പൊടി ഇവയൊന്നും ജലത്തിൽ ലയിക്കില്ല. ഇത് സീനയുടെ ഊഹം മാത്രമാണ് കേട്ടോ. അപ്പോൾ സീന ഊഹം എഴുതി കഴിഞ്ഞിട്ട് ഇതിൻ്റെ പരീക്ഷണം നടത്തിയപ്പോൾ എന്തുണ്ടായി? ഇതിൽ പലതും തെറ്റാണെന്ന് സീനയ്ക്ക് ബോധ്യപ്പെട്ടു. ഇനി അതിനെക്കുറിച്ചാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇവയിൽ തെറ്റായി രേഖപ്പെടുത്തിയത് തിരുത്തി എഴുതുക. അപ്പൊ ഏതാണ് തെറ്റ്? ആ തെറ്റ് തിരുത്തിയിട്ട് അവിടെ ശരിയായത് എഴുതാനാണ് പറയുന്നത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ. സോഡ വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള വാതകം ഏതാണ്? സി ക്വസ്റ്റ്യൻ. ജലത്തിൽ പഞ്ചസാര ലയിപ്പിച്ചാൽ അതിലെ ലീനം, ലായനി, ലായകം ഇവ ഏതെല്ലാം ആയിരിക്കും? പ്രവർത്തനം 2. ശുദ്ധജല ഉപയോഗത്തിന്റെ ഒരു ദിവസത്തെ അളവ് പട്ടികപ്പെടുത്തിയത് ചുവടെ കൊടുത്തിരിക്കുന്നു. ആവശ്യം, അതിന്റെ ഉപയോഗം ലിറ്ററിൽ എഴുതിയേക്കുന്നതാണ് കേട്ടോ. അപ്പൊ ആവശ്യം എന്ന് പറയുന്നത് കുടിക്കാൻ ഒരു ദിവസം 2.5 തൊട്ട് 3.5 ലിറ്റർ വരെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ അടുത്തത് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് 3 ലിറ്റർ തൊട്ട് 4 ലിറ്റർ വരെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് കുളിക്കാനും വസ്ത്രം കഴുകാനും ഒക്കെ 30 ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മൃഗങ്ങളെ കുളിപ്പിക്കാൻ 25 ലിറ്റർ, വാഹനങ്ങൾ കഴുകാൻ 50 ലിറ്റർ. ഇങ്ങനെയാണ് നമ്മുടെ വെള്ളം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ശുദ്ധജലം ഒരു ദിവസം ഉപയോഗിക്കുന്ന അതിൻ്റെ ആവശ്യവും അതിൻ്റെ കണക്കുകളുമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പട്ടിക വിശകലനം ചെയ്ത് ശുദ്ധജലം പാഴാക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. ബി. മനുഷ്യരുടെ രക്തത്തിൽ ജലത്തിൻ്റെ ശതമാനം എത്രയാണ്? സി. നിങ്ങളുടെ വിദ്യാലയത്തിലെ കുട്ടികളെ ശുദ്ധജലം പാഴാക്കുന്നതിനെതിരെ ബോധവൽക്കരിക്കുന്നതിനായി പോസ്റ്റർ തയ്യാറാക്കുക. പ്രവർത്തനം 3. സസ്യങ്ങളുടെ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടാണ് വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും. വിത്ത് വിതരണത്തിനായി സസ്യങ്ങൾ പല മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. തന്നിരിക്കുന്നവയിൽ നിന്ന് പക്ഷികൾ വിത്ത് വിതരണം നടത്തുന്നവ കണ്ടെത്തുക. തേങ്ങ, ബി പേരയ്ക്ക, സി വെണ്ടയ്ക്ക. അടുത്തത് ബി ക്വസ്റ്റ്യൻ. ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കുക. വിത്ത് വിതരണം. അപ്പോൾ വിത്ത് വിതരണം ഏതൊക്കെയാണ്? കാറ്റ് വഴിയുണ്ട്, പിന്നെ ഏതൊക്കെ വഴിയുണ്ട്? വിത്ത് വിതരണം ഏതൊക്കെ വഴിയാണ് നടക്കുന്നത് അതൊക്കെ നമ്മൾ എഴുതണം. അപ്പോൾ കാറ്റ് വഴി നടക്കുന്നു, വെള്ളം വഴി നടക്കുന്നു, പൊട്ടിത്തെറിച്ച് നടക്കുന്നു, പിന്നെ എങ്ങനെയാണ് ഒരു എണ്ണം കൂടെ ഉണ്ട്, അതെങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് എങ്ങനെയാണ്? ഈ കാറ്റ് വഴി നടക്കുന്നത് ഏതാ? അപ്പൂപ്പൻ താടി, പിന്നെ ഒരെണ്ണം കൂടി എഴുതണം. പിന്നെ അടുത്തത് തന്നത് എന്താണ്? മാങ്ങ, ഞാവൽ. അപ്പം എന്ത് വഴിയാണ് ഈ മാങ്ങയും ഞാവലും ഒക്കെ വിത്ത് വിതരണം ഉണ്ടാവുന്നത്? മാങ്ങയുടെയും ഞാവലിൻ്റെയും ഒക്കെ വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് എന്ത് വഴിയാണെന്ന് നിങ്ങൾ അവിടെ മുകളിൽ എഴുതണം. അടുത്തത് വെള്ളം വഴി വിത്ത് വിതരണം നടക്കപ്പെടുന്നത് ഏതൊക്കെ സസ്യങ്ങളാണ് വെള്ളം വഴി വിത്ത് വിതരണം നടത്തുന്നത്? അതുപോലെ തന്നെ പൊട്ടിത്തെറിച്ചിട്ട് വിത്ത് വിതരണം നടത്തുന്നത് ഏതൊക്കെയാണ്? അപ്പോൾ ഇതൊക്കെ കണ്ടെത്തി ഈ ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കുക. അടുത്തത് പ്രവർത്തനം 4. പയർ, മാങ്ങ, തെങ്ങ്, മുള തുടങ്ങിയ സസ്യങ്ങളുടെ ഇലകളുടെയും വേരുകളുടെയും ചിത്രങ്ങൾ നിരീക്ഷിക്കുക. നോക്കൂ കൂട്ടുകാരെ, പയറിൻ്റെ ഇലയും വേരും തന്നിരിക്കുന്നു. അതുപോലെ മാവ് ഇല, അതിൻ്റെ വേര്, തെങ്ങിൻ്റെ ഇലയും അതിൻ്റെ വേരും, അതുപോലെ തന്നെ മുള, അതിൻ്റെ ഇലയും വേരും. ഈ ചിത്രങ്ങൾ കൂട്ടുകാർ കണ്ടല്ലോ. ഇനി ക്വസ്റ്റ്യൻ. ചിത്രം നിരീക്ഷിച്ച് ഒരേ സ്ഥിരവിന്യാസമുള്ള 2 സസ്യങ്ങളെ കണ്ടെത്തി എഴുതുക. അടുത്തത് ബി ക്വസ്റ്റ്യൻ. ഒരേ സസ്യത്തിൻ്റെയും സ്ഥിരവിന്യാസത്തിൻ്റെയും വേരുപടലങ്ങളുടെയും പേരുകൾ എഴുതുക. അപ്പം അതിനൊരു പട്ടിക തന്നിട്ടുണ്ട്, അതിന് നമ്പർ ഇട്ടുണ്ട്. പിന്നെ സസ്യം, സ്ഥിരവിന്യാസം,
അതുപോലെ വേരുപടലം. അപ്പോൾ സസ്യം എന്ത് തന്നേക്കണത്? അവിടെ തന്നിട്ടുള്ള ചിത്രങ്ങളുടെ പേരാണ് ഏതൊക്കെയാ? പയർ, മാവ്, തെങ്ങ്, മുള. ഇതിൻ്റെയൊക്കെ ശിലാവിന്യാസവും വേരുപടലവും നിങ്ങൾ എഴുതാനാണ് പറയുന്നത്. പ്രവർത്തനം 5 താഴെ തന്നിരിക്കുന്ന നക്ഷത്രഗണത്തിന്റെ ചിത്രങ്ങൾ പരിശോധിക്കുക. 2 നക്ഷത്രഗണങ്ങൾ ചിത്രം തന്നത് കണ്ടോ? ഇനി ഇതിലെ ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ ചിത്രങ്ങളിലെ നക്ഷത്രക്കൂട്ടങ്ങളുടെ പേരുകൾ എഴുതുക. അടുത്തത് ബി ക്വസ്റ്റ്യൻ ചിത്രം 1 നക്ഷത്ര സമൂഹം ഏതു മാസത്തിലാണ് ആകാശത്ത് കാണാൻ കഴിയുക? സി ക്വസ്റ്റ്യൻ ചിത്രം 2 എത്ര നക്ഷത്രങ്ങൾ വ്യക്തമായി കാണാൻ കഴിയും? ഡി ക്വസ്റ്റ്യൻ ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പേരെഴുതുക. പ്രവർത്തനം 6 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപകനായ ISRO ചന്ദ്രയാൻ പോലെ നിരവധി ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ദൗത്യം എന്ന് പറയുന്നത് ആദ്യത്തെ കൊള്ളത്തിൽ എന്ന് എഴുതിയിട്ടില്ലേ? അവിടെ നമ്മൾ അതിൻ്റെ ദൗത്യം എഴുതണം. ആ ചിത്രം നോക്കിയിട്ടും ലക്ഷ്യം വായിച്ചിട്ടും നമ്മൾ ആ ദൗത്യം എന്താണെന്ന് എന്നെഴുതിയെടുത്ത് നമ്മൾ എഴുതണം. അപ്പോൾ ആ ചിത്രം നോക്കുക. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചൊവ്വ പരിവേഷണം. അപ്പോൾ എന്താണ് അതിൻ്റെ ദൗത്യം? അത് നിങ്ങൾ എഴുതണം. അടുത്തത് ആദിത്യ L1 ഇതിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്ന് കൂട്ടുകാർ എഴുതണം. അടുത്തത് ഗഗൻയാൻ ഇതിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. അതെന്താണ് അതിൻ്റെ ലക്ഷ്യം? ബഹിരാകാശ പരിവേഷണമാണ് അതിൻ്റെ ലക്ഷ്യം. ഇനി ക്വസ്റ്റ്യൻ ശരിയായ രീതിയിൽ പട്ടിക പൂർത്തീകരിക്കുക. ബി ക്വസ്റ്റ്യൻ ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള ബഹിരാകാശ പരീക്ഷണശാലകളാണ് ബഹിരാകാശ നിലയങ്ങൾ. ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? അടുത്തത് സി ക്വസ്റ്റ്യൻ ഭൂമിയുടെ പ്രകൃതിയിലുള്ള ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രൻ സ്വയം പ്രകാശിക്കാത്ത ആകാശഗോളമാണ് എന്നത് ചന്ദ്രന്റെ പ്രത്യേകതയാണ്. മറ്റ് 2 പ്രത്യേകതകൾ കൂടി എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ പ്രവർത്തനം 7 താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കുക. കൃത്രിമോപഗ്രഹം പ്രധാന ഉപയോഗം. ഇൻസാറ്റ് അതിൻ്റെ പ്രധാന ഉപയോഗം നമ്മൾ അവിടെ എഴുതണം. അടുത്തത് പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്ര പഠനമാണ്. അപ്പോൾ അതെന്താണ് അതിൻ്റെ കൃത്രിമ ഉപഗ്രഹം എന്താണെന്ന് നിങ്ങൾ എഴുതണം. അടുത്തത് GSAT-7 അതിൻ്റെ പ്രധാന ഉപയോഗം നിങ്ങൾ എഴുതണം. ഇനി ബി ക്വസ്റ്റ്യൻ GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനത്തിൻ്റെ പേര് എഴുതുക. അടുത്തത് സി ക്വസ്റ്റ്യൻ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ്. നമ്മുടെ രാജ്യത്തെ ഇത്തരം കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. 1 ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. 2 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഈ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ പേര് എന്ത്? പ്രവർത്തനം 8 താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. അവിടെ കണ്ടോ? ചിത്രം കണ്ടോ? ആ ചിത്രം നിരീക്ഷിച്ച് ക്വസ്റ്റ്യൻ ചിത്രത്തിൽ B എന്നിവ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് എഴുതുക. അപ്പോൾ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ള Aയും Bയും എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് അവിടെ എഴുതണം. അടുത്തത് ബി ക്വസ്റ്റ്യൻ ഓരോ ഭാഗത്തിലും സംഭവിക്കുന്ന മാറ്റം എന്താണ്? അടുത്തത് സി ക്വസ്റ്റ്യൻ നടിൽ വസ്തുക്കളെ അടിസ്ഥാനമാക്കി താഴെ പറയുന്ന സസ്യങ്ങളെ തരംതിരിക്കുക. നടുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ആ ബോക്സിൽ തന്നിരിക്കുന്ന സസ്യങ്ങളെ തരംതിരിച്ചെഴുതാനാണ് പറയുന്നത്. നെല്ല്, മരച്ചീനി, ഇലമുളച്ചി, ശീമപ്ലാവ്, പയർ, മുല്ല, കറിവേപ്പ്, നിലപ്പന ഈ സസ്യങ്ങളുടെ നടലിനെ അടിസ്ഥാനമാക്കിയിട്ട് ഈ സസ്യങ്ങളെ തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.